ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില സിനിമകളുണ്ടാവുമല്ലേ, ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് പൂർണ്ണ സംതൃപ്തി നൽകുന്ന നല്ല മനോഹര ചിത്രങ്ങൾ. എന്താ പറയുക, ചിത്രത്തിൻ്റെ കഥയാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ബാക്കി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പശ്ചാത്തലമാണെങ്കിലും സംഭാഷണങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് സംതൃപ്തി നൽകുന്ന മനോഹരമായ സിനിമകൾ. പൊതുവെ ആനിമേഷൻ, കാർട്ടൂൺ പോലത്തെ പടങ്ങൾ കാണാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ വർഷം വൈൽഡ് റോബോട്ട് എന്ന് പറഞ്ഞൊരു ചിത്രം ഇറങ്ങിയപ്പോൾ അതിന് നല്ല റെസ്പോൺസൊക്കെ വന്നപ്പോൾ അതൊന്ന് കണ്ടു നോക്കി. ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ കാര്യമാണ്, ഇങ്ങനെയും ഒരുപാട് നല്ല സിനിമകൾ ഈ ഒരു ജോണറിലും അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലും ഇറങ്ങുന്നുണ്ട് എന്ന്. അങ്ങനെ ഈ ഒരു അടുത്തും ഒരു ആനിമേഷൻ ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അങ്ങനെയാണ് ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കാണാനിടയായത്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ചിത്രത്തിനകത്ത് ഡയലോഗും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. ആ ഒരു ആംബിയൻസ് സൗണ്ടും മ്യൂസിക്കും അതിലേക്ക് വരുന്ന കുറച്ച് കഥാപാത്രങ്ങളും ആനിമൽസാണ്, ഹ്യൂമൻസ് ഇല്ല ചിത്രത്തിൽ. അപ്പോൾ അവരുടെ ആ ഒരു സർവൈവലൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. വളരെ മനോഹരമായ ഒരു അടിപൊളി ചിത്രം, തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ്. നിങ്ങളും എന്നെപ്പോലെ ആനിമേഷൻ ചിത്രങ്ങളോട് അത്രയും പ്രിയമില്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും മെല്ലെ ഇത്തരം ചിത്രങ്ങളെയും കൂടെ വീണ്ടും കാണാനായിട്ട് ശ്രമിക്കും. കാരണം അത്രമേൽ മനോഹരമായിട്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പറച്ചിലും അതേപോലെ തന്നെ ഈ ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്കും അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പൂച്ചയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത്. നമ്മുടെ നാട്ടിലും കുറേ പൂച്ച സ്നേഹികളൊക്കെ ഉണ്ടല്ലോ, അവരുമായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ. നമ്മളിങ്ങനെ സിനിമ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വണ്ടറടിച്ചു പോകും. ഓരോ ഡീറ്റെയിലിങ്ങും ആ ആനിമേഷനിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്താ പറയുക, പൂച്ചയുടെ ആ ഒരു നടത്തവും നോട്ടവും ആ ഒരു ഓരോരോ എക്സ്പ്രഷൻസിനും എല്ലാം വളരെ മനോഹരമായിട്ടാണ് അവർ നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് പൂച്ചയുടെ മാത്രമല്ല, മറ്റ് ആനിമൽസിൻ്റെ, ചിത്രത്തിൽ കാണിക്കുന്ന മറ്റ് ആനിമൽസിൻ്റെ കാര്യമാണെങ്കിലും അത്രമേൽ മനോഹരമായിട്ട് ഓരോ ഡീറ്റെയിലിങ്ങും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മീനുകളായിക്കോട്ടെ, എല്ലാവരും ആനിമേഷൻ ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവർ നടക്കുന്ന രീതി അല്ലെങ്കിൽ മീൻ നീന്തുന്ന രീതി, അത്തരം കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരുവാണെങ്കിൽ ഒരു സർവൈവൽ ചിത്രമായിട്ട് നമുക്കിതിനെ പറയാം. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും തുടർന്ന് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആനിമൽസും, അത് പൂച്ച മാത്രമല്ല, പൂച്ചയോടൊപ്പം മറ്റു വർഗ്ഗത്തിൽപ്പെട്ട ആനിമൽസാണ് പൂച്ചയ്ക്കൊപ്പം സഞ്ചരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കൂട്ടായ്മയും, അപ്പോൾ ഈ ഒരു മൃഗങ്ങൾ ഇതിനെ അതിജീവിക്കുന്നതിനിടയിൽ മറ്റു മൃഗങ്ങൾ കടന്നു വരുന്നതും, എങ്ങനെ ഇവരൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്നു, അപ്പോൾ എങ്ങനെ ഇവർ ഒരുമിച്ച് സർവൈവ് ചെയ്യുന്നു മുതലായ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. നല്ലൊരു ഫീലോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഈ ഫ്ലോ എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ നല്ല ഫ്ലോയിൽ നമുക്കും ഈ ഒരു ചിത്രം ആസ്വദിക്കാനായിട്ട് സാധിക്കും. ചിത്രത്തിൻ്റെ പോസ്റ്ററും മറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് വെച്ചാൽ അത്ര വലിയ സംഭവമാണെന്നല്ല, ഒരു മനോഹര ചിത്രം. ഇങ്ങനൊരു ചിത്രം ഇത്രയും ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തെടുക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ കുറച്ച് ദുഷ്കരം പിടിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനോടകം ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞവരായിരിക്കാം, പ്രത്യേകിച്ച് ആനിമേഷൻ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർ. എന്നാൽ ഇതുവരെ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ വൈൽഡ് റോബോട്ട് പോലുള്ള സിനിമകൾ കണ്ടിഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ഈ ചിത്രത്തെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെടുമെന്നതിൽ തീർച്ച. ഏതാണ്ട് 1.5 മണിക്കൂറിനടുത്താണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ഈ ഒരു 1.5 മണിക്കൂർ നമ്മളെ ഒട്ടും ബോറടി ഇല്ലാതെ, അതും നമ്മൾ ആലോചിക്കണം, ഒരു ഡയലോഗ് പോലും ഇല്ലാണ്ടാണ് ചിത്രം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരം പിടിച്ച കാര്യം തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഈ ചിത്രം വിജയിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു ചിത്രം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.